മഹാദേവനെ പതിയായി ലഭിക്കാൻ മോഹിക്കാത്തവരായി ആരുമുണ്ടായിരുന്നില്ല. മായാസുരൻ്റെ പുത്രി പുണ്യകാശിയും അദ്ദേഹത്തെ വരനായി ലഭിക്കാൻ ഏറെ ശ്രമിച്ചു. അതിനായി കൈലാസത്തിൽ ചെന്ന് ശിവനെ പൂജിച്ചു. അങ്ങനെ ഏറെക്കാലം അവിടെ കൂടി. 3 യുഗം പിന്നിട്ടത് ആരും തന്നെ അറിഞ്ഞില്ല. ഒടുവിൽ ശിവൻ പുണ്യകാശിക്ക് സമീപം വരം നൽകാനെത്തി. അവൾക്ക് മറ്റൊന്നും വേണ്ടിയിരുന്നില്ല. സദാകാലവും തനിക്ക് ശിവനിൽ ലയിച്ചിരിക്കണം. അതിന് കാത്തിരിക്കുക തന്നെ വേണമെന്ന് മഹാദേവനും പറഞ്ഞു. ദിവസവും നിശ്ചയിച്ചു. അതല്പം നീണ്ട കാലയളവാണ്. എങ്കിലും ആ ഭക്ത അതെല്ലാം സമ്മതിച്ചു. 4,33,000 വർഷം കഴിയുമ്പോൾ ഒരു കലിയുഗമായി. കൃതത്രേത ദ്വാപരകലി എന്ന 200 ചതുർയുഗം കഴിയുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസമായി. അപ്രകാരമുള്ള 30 ദിവസവും 1 മാസവും 12 വർഷം വെച്ച് 100 വർഷമാകുമ്പോൾ പ്രളയമുണ്ടാകുന്നു. അങ്ങനെ 10 പ്രളയകാലം ഭഗവാൻ വിഷ്ണുവിൻ്റെ ഒരു നാഴികയാണ്. ഇങ്ങനെ 10 വിഷ്ണുലയമുണ്ടാവുന്ന കാലം ശിവന് ഒരു ക്ഷണനേരമാകുന്നു. അതാണ് സർവ്വസംഹാരത്തിൻ്റെ കാലം. അപ്പോൾ നിന്റെ ആഗ്രഹം സഫലമാകട്ടെ എന്ന് മഹാദേവൻ പറഞ്ഞു. അതുവരെ നീ ദക്ഷിണ സമുദ്ര തീരത്ത് തപോനിഷ്ഠയിലിരിക്കുക. നിന്റെ വാസസ്ഥാനം കന്യാക്ഷേത്രമെന്നും തപസ്ഥലമെന്നും അറിയപ്പെടും. അതിനിടയിൽ ബാണാസുരാദി ദുഷ്ടന്മാരെ വധിച്ച് ലോകഭാരം കുറയ്ക്കുക. ഒരു കാലത്ത് ബ്രഹ്മനിഷ്ഠനായി ഞാനും ജ്ഞാനവനത്തിൽ വന്ന് വസിക്കുന്നതാണ്. ഇങ്ങനെ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് പുണ്യകാശി ഭഗവാനെ നമിക്കുകയായിരുന്നു. പിന്നീട് ദക്ഷിണ സമുദ്രത്തിലേക്ക് മടങ്ങി. കയ്യിൽ മാലയുമായി ആ കന്യക പുണ്യസ്ഥലത്ത് നീണ്ട തപസ്സിന് തുടക്കം കുറിച്ചു. ഇതറിഞ്ഞ ബാണാസുരൻ പുണ്യകാശിയെ വരിക്കുവാനായി അവൾ തപസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു. പ്രണയാഭ്യർത്ഥന യുദ്ധത്തിൽ കലാശിച്ചു. അങ്ങനെ യുദ്ധത്തിനിടയിൽ ചക്രായുധത്താൽ ബാണാസുരൻ്റെ കഴുത്ത് അറ്റുപോയി. അവിടെയാണ് ചക്രതീർത്ഥം.